ഞങ്ങളെല്ലാവരും ഉണ്ട്. ഒരു നിമിഷം ഞങ്ങളൊരു മൗനം അനുശോചനം. ഇന്നലെ ഈ സംഭവം ഉണ്ടായത് മുതൽ ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും, ഗവൺമെൻറ്റും സ്ഥല MLAയും മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും മറ്റ് MLAമാരെല്ലാം ഈ വിഷയത്തിൽ ഇടപെടുകയും പരമാവധി സഹായങ്ങൾ ചെയ്യുകയും എത്രയും പെട്ടെന്ന് ഈ അപകടത്തിൽ ഇരയായ ആൾക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തവരാണ്. ഇവിടെ ഒരു സ്കൂളിലാണെങ്കിൽ ഒരു ടീച്ചർ ഒഴികെ ബാക്കി എല്ലാവരും നമ്മെ വിട്ടുപോയി. അപ്പോൾ വളരെ അടിയന്തരമായി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആവശ്യത്തിനുള്ള ടീച്ചർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുക എന്നുള്ളതാണ്. സ്ഥല MLAയും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാവശ്യമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് കുട്ടികളാകെ തന്നെ ഒരു മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നതാണ്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സ അവിടെ കൊടുക്കും. അതല്ല, ചികിത്സ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നാട്ടിൽ ചികിത്സ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നാട്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും ആശുപത്രിയിൽ ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി സഹായം നമ്മളെ വേർപെട്ടു പോയ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യങ്ങൾ ധരിപ്പിക്കുകയും അതിനുശേഷം ഒരു സമഗ്രമായിട്ടൊരു അന്വേഷണം നടത്തുന്നതുമാണ്.